ഇല്ല, ഷൈനെ സംബന്ധിച്ചോളം ഒരു ക്യാരക്ടർ ഒരു സിനിമ പ്രോജക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ആകുമ്പം എന്തൊക്കെ മറ്റ് അതർ സൈഡ് അവിടെ ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും ആ ലൊക്കേഷൻ പുള്ളി ഫുൾ എനർജിയിൽ ആ ക്യാരക്ടറുമായിട്ട് സുഹൃത്തുക്കളാണ്. ഇഷ്യൂസ് ഉണ്ട്, അത് പറഞ്ഞു തീർക്കും. അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഇതും അതുപോലെ തന്നെ പറഞ്ഞു തീർത്ത് വളരെ സ്മൂത്തായിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോകും. എഡിറ്റർ അയൂബ് ഖാനാണ്. അയൂബ് ഖാൻ ജിത്തു ജോസഫിൻ്റെ ദൃശ്യം ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ ഓൾമോസ്റ്റ് ഒരു 90% ഫോറസ്റ്റാണ്. ഷാജോണിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ആർട്ടിസ്റ്റുകൾക്കൊന്നും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് മോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ജാഫ്രിക്ക എല്ലാവർക്കും അറിയാം. ജാഫ്രിക്ക നമസ്കാരം. മലയാള സിനിമയിലല്ല എനിക്കൊരു അതെ എന്താ വേറൊന്നുമല്ല, ഇത് ആരും മനഃപൂർവ്വം ഒരു ഗ്യാപ്പ് എടുക്കത്തില്ല. സിനിമ എനിക്കങ്ങനെ തോന്നുന്നില്ല. എല്ലാവരും നിരന്തരം സിനിമകൾ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2-3 പടം അടുപ്പിച്ച് ചെയ്തിട്ട് ശേഷം ഒരു തമിഴ് ഫിലിം ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. സെയ് എന്ന് പറഞ്ഞ പടം റിലീസായി. ദേവയാനിയുടെ ബ്രദർ നകുലാണ് അതിൽ അഭിനയിച്ചത്. പ്രകാശ് രാജ്, നാസർ, തലേവാസ് വിജയൻ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അത് റിലീസായി. പക്ഷേ നമ്മൾ 50 ഡേയ്സ് ഷൂട്ട് പ്ലാൻ ചെയ്ത്, പക്ഷേ അത് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് വർക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യാനായിട്ട് 4 വർഷം എടുത്തു, പല കാരണങ്ങൾ. അപ്പോൾ അതിന് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ അത് ഇട്ടിട്ട് വേറൊരു പ്രോജക്റ്റിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ പുറകെ തന്നെ നിന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് വന്നത്. ഇല്ല, ഞങ്ങളത് ആക്ച്വലി ചെറിയൊരു സിംഗിൾ ക്യാരക്ടർ വെച്ചുള്ളൊരു പ്രോജക്റ്റായിട്ടാണ് പ്ലാൻ ചെയ്തത്. തീരെ ചെറിയൊരു ബഡ്ജറ്റിൽ. അങ്ങനെ ഷാജി പട്ടിക്കൽ നമ്മുടെ കൺട്രോളറാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ ഇതേ ഹോട്ടലിൽ നോർത്ത് സൗണ്ടിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ദിവസം ഞാനിവിടെ ഉണ്ട്. അപ്പോൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്താണ് ആദ്യം നമുക്കിതൊരു കുറച്ചുകൂടി വലിപ്പമുള്ളൊരു സബ്ജക്റ്റിലേക്ക് മാറ്റി കുറച്ചുകൂടി ക്യാരക്ടേഴ്സ്. അങ്ങനെയാണ് ഷൈൻ ടോൺ ചാക്കയുടെയും ഷാജുവിൻ്റെ ക്യാരക്ടറൊക്കെ വരികയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം ആലോചിച്ച ആ ഒരു ക്യാരക്ടർ സിംഗിൾ ക്യാരക്ടറുള്ളപ്പോൾ ആലോചിച്ച ആർട്ടിസ്റ്റിനെ മാറ്റി ജാഫർ ഇടുക്കിയെ പോലെ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു ആർട്ടിസ്റ്റിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. അത് ട്രൈബ്സിനെ ബേസ് ചെയ്ത് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഫോറസ്റ്റിന് പ്രത്യേക ഒരു ഭംഗിയുണ്ടല്ലോ. കാടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് അട്ടപ്പാടി വളരെ ഭംഗിയുള്ള പ്രദേശമാണ്. അപ്പം അത് വിഷ്വൽ മീഡിയ ആയതുകൊണ്ട് വിഷ്വലിന് ഉള്ളിൽ ഒരു സാധ്യതയുള്ള ഇതിലേക്കാണ് അങ്ങനെ ആലോചിച്ചത്. അല്ല, എല്ലാ സബ്ജക്റ്റിലും ഏത് ഡയറക്ടർ റൈറ്ററുടെ ആയാലും എല്ലാ പ്രോജക്റ്റിലും എല്ലാ സിനിമയിലും ഒരേപോലെ എല്ലാം വരണമെന്നില്ല. ചില പക്കാ കൊമേഴ്സ്യൽ സംഭവത്തിൽ എല്ലാ ചേരുവകളും ചേരുമ്പടി ചേർത്ത് വരും. ചിലതിൽ ആക്ഷൻ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ കോമഡി ആയിരിക്കാം ത്രൂ ഔട്ട്. ഇതിൽ കോമഡി ഉള്ള സീക്വൻസിൻ്റെ ആവശ്യമില്ല. ഇത് അങ്ങനെയല്ല പറഞ്ഞു പോകുന്നത്. മാരി എന്നുള്ള കഥാപാത്രത്തിലൂടെ പോവുകയും അയാളുടെ ഒരു എന്താ പറയണ്ട മനസ്സിൻ്റെ സംഘർഷഭരിതമായുള്ളൊരു മനസ്സാണ് പടത്തിൻ്റെ മെയിൻ സംഭവം. എന്തുകൊണ്ട് അയാൾ അങ്ങനെയായി? അയാളൊരു ഫോറസ്റ്റ് ഗാർഡായിരുന്നു. താൽക്കാലിക ജീവനക്കാരനായിട്ട് ഫോറസ്റ്റിൽ SSLC-കാരെ നിയമിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അയാൾക്ക് നല്ലൊരു ലൈഫാണ്. നല്ല വൈഫ്, ഒരു സുന്ദരിയായ വൈഫ് താമര എന്നുള്ള ക്യാരക്ടർ സുന്ദരി ജയനാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് ഇരിക്കുന്നു. വളരെ സന്തോഷമായിട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില ദാരുണമായ സംഭവങ്ങൾ ആണ് പിന്നീട് ഇതിലേക്ക് മാറി. കഥയുടെ വളർച്ച അതാണ്. അതിലേക്ക് എത്തപ്പെടുന്ന മറ്റൊരു ക്യാരക്ടറാണ് കണ്ണൻ എന്ന് പറയുന്നത്. കണ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ണൻ്റെ അമ്മയുണ്ട്, കുഞ്ഞനിയത്തിയുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ ഒരു ആനയുടെ കുത്തേറ്റ് മരിച്ചതോടുകൂടി ആ കുടുംബം വല്ലാത്തൊരവസ്ഥയിലേക്ക്. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അമ്മയും അനിയത്തിയും എന്നുള്ളൊരു ലോകമാണ്. അവർക്ക് തിരിച്ചു അവനോടാണ് കണ്ണൻ എന്ന് പറയുന്നത്. അവൻ തടിമില്ലൊക്കെ ജോലി ചെയ്താണ് അവർ നോക്കുന്നത്. പക്ഷേ അവൻ്റെ കുടുംബം വിട്ട് ഉൾക്കാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വരും. ആ ഉൾക്കാട്ടിലെ ഏകാന്തവാസി എന്ന് പറയുന്ന മാരിയെ കണ്ടെത്തുന്നത്. ഇവർ രണ്ടുപേരും എല്ലാ അർത്ഥത്തിലും ഒരേ തൂവൽ പക്ഷികളാണ്. അപ്പോൾ അവർ പിന്നീട് ഒരുമിച്ച് നീങ്ങുന്ന അതിസാഹസികമായ വളരെ റിസ്ക് എടുത്ത് അവരവരുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതാണ് സിനിമ. ജാഫ്രിക്ക എല്ലാവർക്കും അറിയാം. ജാഫ്രിക്ക ഏത് റോൾ കൊടുത്താലും എത്രയോ സിനിമകളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ, കഥ രണ്ടാമത്തെ ഒരു തലത്തിലേക്ക് ആലോചിച്ചപ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വന്നത് ജാഫ്രിക്ക. അത് പ്രൊഡ്യൂസറിലൊരാൾ ആണ് എനിക്ക് തോന്നുന്നു. ഷാഫൈസിയാണ് ആദ്യം ഒരു സജഷൻ വെച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു അത് ഗംഭീരമാവും. അപ്പോൾ തൊടുപുഴയിലാണ് പോയി ഞങ്ങൾ ജാഫ്രിക്കയെ കാണുന്നത്. അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് തൊടുപുഴ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ എറണാകുളത്ത് തൊടുപുഴ ചെന്നു. സബ്ജക്റ്റ് കേട്ട ഉടനെ തന്നെ ചെയ്യാമെന്ന് പറയുകയായിരുന്നു.
ഷാജോണിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ആർട്ടിസ്റ്റുകൾക്കൊന്നും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് മോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പരിധി വരെ ഷാജോൺ ആ ക്യാരക്ടർ മനസ്സിലാക്കി ഗംഭീരമായിട്ട് ചെയ്യണം. പിന്നെ ഡയറക്ടർ എന്നുള്ളതിൽ ഏത് സജഷൻസ് പറഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ അദ്ദേഹം മാറ്റി ചെയ്യുകയും ചെയ്യും. കണ്ണിൻ്റെ ഷാർപ്നെസ്സൊക്കെ ഷാജോൺ പല രീതിയിൽ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. അത് ഹാസ്യ കഥാപാത്രങ്ങളായാലും ക്യാരക്ടർ റോളായാലും വില്ലൻ കഥ എല്ലാം ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇല്ല, മോണിറ്ററുണ്ട്, ഡബിൾ ക്യാമറ ആയിരുന്നു. മോണിറ്ററുണ്ട്, പക്ഷെ മോണിറ്ററൊക്കെ വന്ന് എല്ലാവരും കണ്ട് വീണ്ടും നോക്കി അങ്ങനെയൊന്നുള്ള സമയമില്ല. മിനിമം ടൈമിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് പോയിട്ട് വരും ഫോറസ്റ്റിൻ്റെ അകത്ത്. കാര്യം അവിടെ അസംബിൾ ആകുമ്പോൾ തന്നെ ഒരു 9 മണിയാവും, 5:30 ആകുമ്പോൾ ലൈറ്റ് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം മോണിറ്ററിൽ നമ്മുടെ ഒരു ഷോട്ട് എല്ലാവരും വന്ന് കണ്ടു കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പം എൻ്റെ ഒരു കാർത്തിക് വിഷ്ണു പറഞ്ഞ കറക്റ്റ്, ഡയറക്ടർ ജഡ്ജ്മെൻറ്റിൽ എന്നാൽ ചിലപ്പോൾ ഷൈന പ്രത്യേകിച്ചും വന്ന് ഇങ്ങനെ കാണുന്നൊരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ഷൈൻ വന്ന എല്ലാ ഷോട്ടും വന്ന് നോക്കും, ചിലപ്പം പറയുമോ നമുക്ക് ഒന്നുകൂടി എടുത്താലോ എന്ന് ചോദിക്കും. അങ്ങനെ പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇല്ല, ഷൈനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാരക്ടർ ഒരു സിനിമ പ്രോജക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ആകുമ്പം എന്തൊക്കെ മറ്റ് അത്ര സൈഡ് അവിടെ ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും ആ ലൊക്കേഷൻ പുള്ളി ഫുൾ എനർജിയിൽ ആ ക്യാരക്ടറുമായിട്ട് നമുക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ചിലപ്പോൾ വരാനൊരു അരമണിക്കൂർ ലേറ്റാവും, വന്ന് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ അതിലായിരിക്കും കംപ്ലീറ്റ്. അവിടെ ഫുഡ് കഴിക്കാനോ അങ്ങനെ ഇങ്ങനെ ഫുഡൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, ജ്യൂസ് ഇളനീര് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ രീതിയിലും നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നാത്തൊരു ആർട്ടിസ്റ്റാണ് ഷൈൻ ടോം ചാക്കോ. ഓൾമോസ്റ്റ് ഒരു 90% ഫോറസ്റ്റാണ്. ഒരു പോലീസ് സ്റ്റേഷൻ അങ്ങനെ കുറച്ച് പോർഷൻസ് മാത്രമേ ഫോറസ്റ്റിൻ്റെ ഔട്ട് സൈഡ് ഉള്ളൂ. എഡിറ്റർ അയൂബ് ഖാനാണ്. അയൂബ് ഖാൻ ജിത്തു ജോസഫിൻ്റെ ദൃശ്യം ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ, ലൈഫ് ഓഫ് ജോസൂട്ടി, അങ്ങനെ വാലാട്ടി, ഇപ്പോൾ അർജുൻ ഡയറക്റ്റ് ചെയ്യുന്ന തമിഴ് ഫിലിം, ദശരഥൻ പാപനാശം, ഒരുപാട് സിനിമകളുടെ എഡിറ്ററാണ്. ഈ സിനിമയുടെ ഈ സബ്ജക്റ്റിന് ഉള്ള ഒരു സബ്ജക്റ്റിൻ്റെ താളത്തിനൊത്ത് തന്നെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, അതെല്ലാ കാലത്തും നമ്മുടെ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുന്ന പോലെ കണ്ടാൽ മതി. അതൊക്കെ അവരെല്ലാം വളരെ സുഹൃത്തുക്കളാണ്. ഇഷ്യൂസ് ഉണ്ട്, അത് പറഞ്ഞു തീർക്കും. അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഇതും അതുപോലെ തന്നെ പറഞ്ഞു തീർത്ത് വളരെ സ്മൂത്തായിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോകും. പ്രേക്ഷകരുടെ അടുത്ത് എല്ലാ ടെക്നീഷ്യൻസും ഡയറക്ടേഴ്സൊക്കെ പറയുന്ന പോലെ ഈ സിനിമ കാണണം, തിയേറ്ററിൽ വന്ന് തന്നെ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക.